എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LP UP അസിസ്റ്റൻറ്റ് എക്സാം ഓറിയൻറ്റേഷനാണ്. UP അസിസ്റ്റൻറ്റ് എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് LPSA അഥവാ LP അസിസ്റ്റൻ്റ് ആണ്. 4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ലെറ്റ്സ് സീ. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് അഥവാ ചേരുവകൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങളും അനുബന്ധ ചോദ്യങ്ങളുമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ഒന്നാമത്തേത് സൈക്കോളജി അഥവാ ബോധനശാസ്ത്രം. രണ്ടാമത്തെ കാര്യം മിസലേനിയസ് അഥവാ പലവക. ഐസങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ഫാക്ടർ അനാലിസിസ് എന്ന സങ്കേതം ഉപയോഗിച്ച് വ്യക്തിത്വ പഠനങ്ങൾ നടത്തുകയും പഠനത്തിൻ്റെ മുഖ്യ ഘടകമായി പ്രരൂപ അഥവാ ടൈപ്പിനെ പ്രാധാന്യം നൽകുകയും ചെയ്ത മനഃശാസ്ത്രജ്ഞനാണ് ഐസങ്. ഫാക്ടർ അനാലിസിസ് എന്ന സങ്കേതം ഉപയോഗിച്ച് വ്യക്തിത്വ പഠനങ്ങളിൽ ഏർപ്പെട്ട മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ് റെയ്മണ്ട് കാറ്റൽ. ഐസങ്ങിൻ്റെ പഠനത്തിൻ്റെ മുഖ്യ ഘടകം ടൈപ്പ് ആണെങ്കിൽ കാറ്റൽ ഏതാണ്? ട്രെയ്റ്റ് ആണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഐസങ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന്. രണ്ടാമത്തെ കാളിയങ് ആണ് അഥവാ കാളിയങ്. മനഃശാസ്ത്ര പഠനങ്ങളിൽ സൈക്കോ അനലിറ്റിക്കൽ തിയറി ഉപയോഗിച്ചത് കാളിയങ് ആണ്. സൈക്കോ അനാലിസിസ് അഥവാ മനോവിശ്ലേഷണം രൂപപ്പെടുത്തിയ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സഹപ്രവർത്തകനായിരുന്നു കാളിയങ്. വ്യക്തിത്വ പഠനത്തിൽ വ്യക്തികളെ അന്തർമുഖൻ, ബഹിർമുഖൻ, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്ന തരം തിരിച്ച കാളിയങ് ആണ്. കൂടെ പ്രസിദ്ധമായൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട നദീതീരം പോലെയാണ് മനുഷ്യ മനസ്സ്. അപ്പോൾ കാളിയങ്ങിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ കാര്യം എബിങ്ഹോസ് ആണ്. അർത്ഥബോധമുണ്ടാക്കാത്ത അക്ഷരങ്ങൾ നോൺസെൻസ് സിലബിൾസ് ഉപയോഗിച്ച് മറവിയെപ്പറ്റി പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് എബിങ്ഹോസ്. എബിങ്ഹോസിൻ്റെ വിസ്മൃതിരേഖ അഥവാ കർവ് ഓഫ് ഫോർഗറ്റിംഗ് വളരെയധികം പ്രസിദ്ധമാണ്. ഓർമ്മിക്കാനുള്ള കഴിവുകേടിനെയാണ് യഥാർത്ഥത്തിൽ മറവി എന്ന് പറയുന്നത്. അതും ഓർത്ത് വയ്ക്കുക. ഇനി സ്റ്റാൻലി ഹാളാണ്. സ്റ്റാൻലി ഹാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൗമാരത്തെ ഞെരുക്കത്തിൻ്റെ പിരിമുറുക്കത്തിൻ്റെയും കാലമെന്ന് വിശേഷിപ്പിച്ചാണ് സ്റ്റാൻലി ഹാൾ. ഓക്കെ. ഇനി റോബർട്ട് എം ഗാഗ്നെ അഥവാ RM ഗാഗ്നെ. പഠനശ്രേണി സിദ്ധാന്തം തിയറി ഓഫ് ലേണിംഗ് ഹൈറാർക്കി. ഗാഗ്നയുടെ പഠനശ്രേണിയിൽ വ്യത്യസ്തങ്ങളായ 8 പഠന രീതികൾ പ്രതിപാദിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് ഗാഗ്നയുടെ പഠനശ്രേണിയിൽ അത്യുന്നത സ്ഥാനം നൽകിയിരിക്കുന്നത് ഉണ്ട്. ഈ കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അടുത്തത് നമ്മുടെ ഹോവേർഡ് ഗാർട്ട്നറാണ്. ബഹുമുഖ ബുദ്ധി അഥവാ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയം സംഭാവന നൽകിയ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ഹോവാർഡ് ഗാർട്ട്നർ. 1983 പ്രസിദ്ധീകരിച്ച ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലാണ് ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് ഗാർട്ട്നർ വിശദീകരിച്ചത്. മനുഷ്യൻ്റെ ബുദ്ധി ബഹുമുഖമാണെന്ന് പറഞ്ഞ അദ്ദേഹം 9 തരം ബുദ്ധിശക്തികളെപ്പറ്റി വിശദീകരിച്ചു. പിന്നെ നമുക്ക് അടുത്തത് നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്, വൈഗോട്സ്കി, ബ്രൂണർ, പിയാഷെ. ഇപ്പോൾ ഇവരുടെ ഒരു ചോദ്യം എന്തായിരിക്കും ഉണ്ടാവുക? എന്തെങ്കിലും ഗസ് ഉണ്ടോ? വൈജ്ഞാനിക വികാസം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലെ പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞനാണ് ഈ 3 പേര്. ആരൊക്കെ? വൈഗോട്സ്കി, ബ്രൂണർ, പിയാഷെ. ഒന്നുകൂടിയും പറയാം. വൈജ്ഞാനിക വികാസത്തിലെ പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞനാണ് ഈ 3 പേര്. ഇനി ഗോർഡൻ ആൾപോർട്ടിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഉണ്ടാവുക? മനഃശാസ്ത്ര പഠനങ്ങളിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ കാമ്പ്, കോർ എന്ന അർത്ഥത്തിൽ പ്രൊപ്പിയം എന്ന പദം ഉപയോഗിച്ചത് ആൾപോർട്ടാണ്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഫ്ലാൻഡേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാമൂഹിക അനുകരണ മാതൃക എന്ന ബോധന മാതൃക ആവിഷ്കരിച്ചത് ഫ്ലാൻഡേഴ്സാണ്. ജോസഫ് ഷ്വാബാണ് ശാസ്ത്രീയ അന്വേഷണ മാതൃക രൂപപ്പെടുത്തിയത്. അന്വേഷണ പരിശീലന മാതൃക അവതരിപ്പിച്ചത് റിച്ചാർഡ് സുഷൂപ്നാണ്. മുൻകൂർ സംഘടന മാതൃക ആവിഷ്കരിച്ചത് ഡേവിഡ് പി ഓസുബലാണ്. ഓക്കെ. ഇനി ലൂയി ലിയോൺ തേഴ്സ്റ്റൻ്റെ ക്വസ്റ്റ്യൻ. ബുദ്ധിയെ പറ്റിയുള്ള സംഘഘടന സിദ്ധാന്തം അവതരിപ്പിച്ചത് തേഴ്സ്റ്റനാണ്. ചാൾസ് പിയർമാൻ ആണല്ലോ എന്നേപറ്റി ബുദ്ധിയെ പറ്റിയുള്ള ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ദാനിയൽ ഗോൾമൻ ആണ് വൈകാരിക ബുദ്ധി എന്ന ആശയം അവതരിപ്പിച്ചത്. അപ്പം ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് എഡ്വേർഡ് തൊണ്ടായ്. പഠനം അസംതൃപ്തമാകുമ്പോൾ പഠിച്ചത് പെട്ടെന്ന് മറന്നുപോകും എന്ന് അഭിപ്രായപ്പെട്ടത് തൊണ്ടേക്കാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ്. ചോദക പ്രതികരണ ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചതും തൊണ്ടേക്കാണ്.
സംബന്ധവാദം, ശ്രമപരാജയ സിദ്ധാന്തം എന്നീ പേരുകളിൽ തോണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നു. അടുത്തത് എന്താണ്? എറിക് എറിക്സൺ ആണ്. എറിക് എറിക്സനെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി തിരിച്ചു കൊണ്ടുള്ള പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് എറിക്സൺ. ആരാണ്? എറിക് എറിക്സൺ. നമുക്കിനി അടുത്ത് നോക്കിയാലോ. ഇനി അടുത്തത് കർട്ട് ലെവിനാണ്. കർട്ട് ലെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആധുനിക സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് കർട്ട് ലെവിൻ. ശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് കർട്ട് ലെവിൻ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഒരു വകഭേദമാണ് ശാസ്ത്ര സിദ്ധാന്തം. അപ്പോൾ ഇതും കൂടി ഓർത്ത് വയ്ക്കാൻ നല്ലതാണ്. ഇനി അടുത്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാവുന്നതാണ്. ജസ്റ്റ് റിവൈസ് ചെയ്യാണ്. മനോചികിത്സാ രംഗത്ത് മുക്ത സാഹചര്യം, ഫ്രീ അസോസിയേഷൻ എന്ന രീതി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച മനഃശാസ്ത്ര പഠന രീതിയാണ് സൈക്കോ അനാലിസിസ്. മകളായ അന്ന ഫ്രോയിഡ് ആണ് പിൻകാലത്ത് ഫ്രോയിഡിയൻ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിലുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കിയാലോ. യെസ്, C.H. റൈസ്. ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയ രീതിയിൽ ബുദ്ധിമാപനത്തിന് നേതൃത്വം നൽകിയതാരാണ്? C.H. റൈസ്. ഇനി അടുത്ത് മാക്സ് വെർത്തിമർ, കർട്ട് ലെവിൻ, കോഹ്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഉണ്ടാവുക? യെസ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര വിഭാഗത്തെ പരിപോഷിപ്പിച്ചിരുന്ന മനഃശാസ്ത്രജ്ഞന്മാരാണ് മാക്സ് വെർത്തിമർ, കർട്ട് ലെവിൻ ആൻഡ് കോഹ്ലെ. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കിയാലോ. സ്റ്റീഫൻ അതിന് മുമ്പ് ആൽബർട്ട് ബണ്ടൂരി ഉണ്ട്. ആൽബർട്ട് ബണ്ടൂരിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി. യെസ്, സോഷ്യൽ ലേണിംഗ് തിയറി എന്ന കൃതിയുടെ കർത്താവാണ് ആൽബർട്ട് ബണ്ടൂരി. ഇനി അടുത്ത് സ്റ്റീഫൻ എം കോറിയാണ്. സ്റ്റീഫൻ എം കോറിയുടെ ആക്ഷൻ റിസർച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിദ്യാലയ ഭരണവും അധ്യാപനവും കാര്യക്ഷമമാക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്രിയാ ഗവേഷണ ദാറ്റ് ഈസ് ആക്ഷൻ റിസർച്ചിൻ്റെ ഉപജ്ഞാതാവാണ് സ്റ്റീഫൻ എം കോറി. ഇനി അടുത്ത് നമുക്ക് നോക്കിയാൽ സൈക്കോളജിയിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എഡ്ഗർ ഡെയിലിൻ്റെ. എന്താണ് വരുന്നത്? ബോധനോപകരണങ്ങളെ അവയുടെ ഫലപ്രാപ്തിക്ക് അനുസരിച്ച് ക്രമീകരിച്ചത് എഡ്ഗർ ഡെയിലാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയാണ് ഈ വരുന്ന 24-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക. ഈ കേട്ട അനുബന്ധ ക്വസ്റ്റ്യൻസും നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് മിസ്ലേനിയസ് ആണ്. മിസ്ലേനിയസ് അഥവാ എന്താണ്? പലവക. നോക്കിയാലോ. ഒന്നാമത്തെ കാര്യം ലോർഡ് മെക്കാളെ. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആവിഷ്കരിച്ചത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. വില്യം ബെൻഡിങ് ഗവർണർ ജനറൽ ആയിരുന്ന കാലഘട്ടത്തിലാണ് 1835 മെക്കാളയുടെ മിനിറ്റ്സും സമർപ്പിക്കപ്പെട്ടത്. ഓർത്തു വയ്ക്കാം. ഇനിയടുത്ത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ചാണ്. അഖിലേന്ത്യാ തലത്തിൽ ആദ്യമായി രൂപം കൊടുത്ത വിദ്യാഭ്യാസ നയമാണ് 1854 വുഡ്സ് ഡെസ്പാച്ച്. സർ ചാൾസ് വുഡായിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. NCERT. എങ്ങനെയാണ് NCERT വരുന്നത്? സ്കൂൾ കരിക്കുലം രൂപപ്പെടുത്തുന്നതിൽ നേതൃത്വം വഹിക്കുന്ന ദേശീയ ഏജൻസിയാണ് NCERT. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനായി 1961 സ്ഥാപിതമായതാണ് NCERT. SCERT ആണ് സംസ്ഥാനത്തെ കരിക്കുലം നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഓർത്തു വയ്ക്കാം. ഇനി ലോർഡ് റിപ്പൺ പ്രഭുവിൻ്റെ കാര്യം പറയുമ്പോൾ 1882 ഹണ്ടർ കമ്മീഷൻ നിയോഗിച്ച ഗവർണർ ജനറലാണ് റിപ്പൺ പ്രഭു. ഓക്കെ, ഇനി നാക്ക്. ഏതാണ് നാക്കിൻ്റെ ഫുൾ ഫോം അറിയോ? യെസ്, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ് നാക്ക്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനും വേണ്ടി നിലവിൽ വന്ന സ്ഥാപനമാണ് നാക്ക്. 1994 ബാംഗ്ലൂർ ആസ്ഥാനമായാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ഇനി അടുത്തത് നമുക്ക് സാറ്റ്ലർ കമ്മീഷനെ കുറിച്ച് നോക്കാം. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് സാറ്റ്ലർ കമ്മീഷൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സാറ്റ്ലർ കമ്മീഷൻ ഓർ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ രണ്ടും സെയിമിനാണ് കേട്ടോ. 1953 UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1953. ഇനി 1986 പ്രത്യേകത നോക്കിയാലോ. നോക്കാം കേട്ടോ. ഡയറ്റ് ആരംഭിക്കുന്നതിന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ജില്ലാ തലങ്ങളിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഡയറ്റ്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കിയാലോ. സെൻട്രൽ സ്കൂളിൻ്റെ കാര്യമാണ് നോക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ അഥവാ സെൻട്രൽ സ്കൂൾസ് ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962 കേട്ടോ. അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് കാൾട്ടൺ വാഷ്ബേൺ. കാൾട്ടൺ വാഷ്ബേൺ എന്താണ്?
വിനെറ്റ്ക പദ്ധതി എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് കാൾട്ടൺ വാഷ്ബേൺ. അധ്യാപക പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട രൂപവത്കരിച്ച സ്ഥാപനമാണ് NCTE. NCTEയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. 1995 രൂപവത്കരിച്ചത്. ഈ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 1995. അതുപോലെ ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. രാധാകൃഷ്ണ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ. ത്രിഭാഷ പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. 10+2+3 പാറ്റേൺ ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 1986 ദേശീയ വിദ്യാഭ്യാസ നയ പുനഃപരിശോധിച്ച കമ്മീഷനാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. ഇയർ 1990. അവസാനമായിട്ട് നമുക്ക് ഹണ്ടർ കമ്മീഷനാണുള്ളത്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമായ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഉത്തരത്തിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് എത്തുന്ന ഒരു ആദ്യഘട്ടം. ആ ഘട്ടത്തിൽ 2 സബ് ഡിവിഷനാണ്. ഒന്നാമത്തെ സൈക്കോളജി അഥവാ ബോധനശാസ്ത്രം, അതുപോലെ തന്നെ മിസ്ലേനിയസ് അഥവാ പലവകയും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അനുബന്ധ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തെടുക്കാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ദെൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുവരെ ബൈ.